കേരളത്തിൽ ഇൻഫ്ലുവൻസ എ വിഭാഗത്തിൽപ്പെട്ട വൈറൽ ന്യൂമോണിയ പടരുന്നു. ജാഗ്രത വേണമെന്ന് ആരോഗ്യ വിദഗ്ധർ. മലബാർ മേഖലയിലാണ് അസുഖം വലിയ തോതിൽ വ്യാപിക്കുന്നത്. H1N1, H3N2 എന്നിവയാണ് പടരുന്നത്. പനിയും അനുബന്ധ പ്രശ്നങ്ങളുമായി എത്തുന്ന പ്രായമായവർ, മറ്റു അസുഖമുള്ളവർ, ശ്വാസം മുട്ടലുമായി എത്തുന്നവർ എന്നിവരിൽ നടത്തുന്ന പരിശോധനാ ഫലം 90% പോസിറ്റീവാണെന്നാണ് ആരോഗ്യ വിദഗ്ധർ പറയുന്നത്. ഇത് വേണ്ട രീതിയിൽ ശ്രദ്ധിക്കപ്പെടാതെ പോവുകയാണെന്നും പലപ്പോഴും ടെസ്റ്റ് പോലും നടത്തുന്നില്ലെന്നും വിദഗ്ധർ പറയുന്നുണ്ട്. പ്രായമായവരും മറ്റ് ആരോഗ്യ പ്രശ്നങ്ങളുള്ളവരും പെട്ടെന്ന് ടെസ്റ്റ് ചെയ്യുകയും ആന്റിവൈറൽ മരുന്നുകൾ കഴിക്കുകയും ചെയ്തില്ലെങ്കിൽ ന്യൂമോണിയായി മാറുകയും ഗുരുതരാവസ്ഥയിലേക്ക് പോവുകയും ചെയ്യും. ഇതൊന്നും ശ്രദ്ധിക്കാത്തവർ 4 ആഴ്ച വരെ വെന്റിലേറ്ററിൽ കിടക്കേണ്ടി വരുന്നുണ്ടെന്നും അവർ പറയുന്നു. ടെസ്റ്റ് കുറവായിട്ട് പോലും ആരോഗ്യവകുപ്പിന്റെ കണക്കുകൾ പ്രകാരം ഈ വർഷം ജനുവരി മുതൽ 2034 പേർക്കാണ് H1N1 സ്ഥിരീകരിച്ചത്. ഇതുവരെ 42 പേർ മരിച്ചു. ഈ മാസം 13 വരെ 304 പേർക്കാണ് സ്ഥിരീകരിച്ചത്. 2009 ശേഷം ഇപ്പോഴാണ് ഇത്ര വലിയ വ്യാപനം കാണുന്നത്. അണുബാധയുണ്ടായി 3 മുതൽ 5 ദിവസം കൊണ്ടാണ് രോഗലക്ഷണം ഉണ്ടാവുന്നത്. 7 ദിവസത്തോളം രോഗവ്യാപനത്തിന് സാധ്യതയുണ്ട്. രോഗി സ്വയം ക്വാറന്റൈനിൽ പോകുന്നതാണ് നല്ലത്. പുറത്തു പോകുന്നുണ്ടെങ്കിൽ മാസ്ക് ധരിക്കണം. ജലദോഷം, തൊണ്ടവേദന, ശരീരവേദന എന്നിവയോടെ തുടങ്ങി ശക്തമായ പനിയും ചുമയുമായി പിന്നീട് ന്യൂമോണിയായി മാറുകയാണ് ചെയ്യുന്നത്. ന്യൂസ് ഡെസ്ക്, ഗ്രാമിക ന്യൂസ്.